ഇത് ശരിയല്ല. സുപ്രീം കോടതിക്കെതിരെ തുറന്നടിച്ച കേരള ഗവർണർ. VC നിയമനത്തിൽ സുപ്രീം കോടതിക്കെതിരെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. VCയെ നിയമിക്കാൻ അധികാരം ചാൻസലർക്കാണ്. UGC ചട്ടവും കണ്ണൂർ VC കേസിലെ കോടതി വിധിയും ഇക്കാര്യം വ്യക്തമാക്കുന്നു. എന്നാൽ ഇപ്പോൾ കോടതി ഇത് പരിഗണിക്കുന്നില്ല. ഇത് ശരിയല്ലെന്ന് ഗവർണർ പറഞ്ഞു. VCയെ കോടതി തീരുമാനിക്കാമെന്ന നിലപാട് ശരിയല്ല. VC നിയമനം സെർച്ച് കമ്മിറ്റിക്ക് വിട്ട തീരുമാനത്തിലാണ് ഗവർണർ സുപ്രീം കോടതിക്കെതിരെ സംസാരിച്ചത്. തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ. രാഹുലിനെ ഉടനെ ചോദ്യം ചെയ്തേക്കില്ല. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം രാഹുലിന് നോട്ടീസ് നൽകിയില്ല. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഹൈക്കോടതി അറിയിക്കും. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം പരിഗണനയിലിരിക്കെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ. മാസത്തിൽ 2 തിങ്കളാഴ്ചകളിൽ SITക്ക് മുന്നിൽ ഹാജരാകാനാണ് കോടതി നിർദ്ദേശം. 23-കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിന് ഉപാധികളോടെ കഴിഞ്ഞ ദിവസം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നതടക്കമുള്ള ഉപാധികളോടെയായിരുന്നു ജാമ്യം നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. ഇടവക്കോട് വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന VR സിനിയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ശ്രീകാര്യം ഇളംകുളത്തുള്ള കുടുംബ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ കൌൺസിലറായിരുന്നു സിനി. ഉടൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 26 വോട്ടിന് സിനി പരാജയപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ചായ കുടിക്കാനെത്തിയ സ്ത്രീകൾക്കാണ് പൊള്ളലേറ്റത്. പൊള്ളലേറ്റവരെ ആദ്യം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുമാണ് മാറ്റിയത്. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. അതേസമയം പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചാണോ അപകടമുണ്ടായതെന്നും സംശയമുണ്ട്. തെറ്റുപറ്റി, ഇന്നലത്തെ സാഹചര്യത്തിൽ പറഞ്ഞുപോയതാണ്. പരാമർശത്തിൽ ഖേദിക്കുന്നുവെന്ന് MM മണി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച MM മണി വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശത്തിൽ ഖേദിക്കുന്നതായി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. MA ബേബി പറഞ്ഞ നിലപാടാണ് പാർട്ടിയുടെ നിലപാട്. അത് തന്നെയാണ് തന്റെയും നിലപാട്. ഇന്നലെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞുപോയതാണ്. സംസ്ഥാനത്തുൾപ്പെടെ ക്ഷേമപ്രവർത്തനം നടത്തിയിട്ടും ഇങ്ങനെ ഒരു ജനവിധി വന്നതിൽ പ്രതികരിച്ചു പോയതാണ്. അത്തരത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വൈകാതെ തിരുവനന്തപുരത്തെത്തുമെന്ന് അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ വിജയം വലിയ നേട്ടമെന്ന് മോദി പറഞ്ഞു. 1987 അഹമ്മദാബാദ് പിടിച്ച് BJP ഗുജറാത്തിൽ പിന്നീട് ഭരണം നേടിയത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മല കയറുന്നതിനിടെ ശബരിമല തീർത്ഥാടകർ കുഴഞ്ഞു വീണ് മരിച്ചു. കോഴിക്കോട് വില്യപ്പള്ളി സ്വദേശി വിനോദാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. മല കയറുന്നതിനിടെ അപ്പാച്ചിമേട്ടിൽ വെച്ചാണ് ഹൃദയാഘാതം സംഭവിച്ചത്. പമ്പ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഈ സീസണിൽ ഇതുവരെ ശബരിമലയിൽ മരിച്ചവരുടെ എണ്ണം 19 തനിച്ചല്ല, അതിജീവിതയ്ക്ക് പിന്തുണയുമായി വനിതാ ചലച്ചിത്ര പ്രവർത്തകർ. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട അതിജീവിത പങ്കുവച്ച പോസ്റ്റിന് പിന്തുണയുമായി വനിതാ ചലച്ചിത്ര പ്രവർത്തകർ. നടി പാർവതി തിരുവോത്ത്, റീമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ, അഹാന കൃഷ്ണ, ഷഫ്ന, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, പ്രൊഡ്യൂസർ സുപ്രിയ മേനോൻ, സൈനോര ഫിലിപ്പ്, ലീല സന്തോഷ് തുടങ്ങിയവർ അതിജീവിതയുടെ പോസ്റ്റുകൾ റീഷെയർ ചെയ്തു. അതിജീവിതയ്ക്ക് പിന്നാലെ കേസിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നടി മഞ്ജു വാര്യർ പങ്കുവച്ച പോസ്റ്റിനും വലിയ സ്വീകാര്യതയാണ് ചെറിയ സമയത്തിനുള്ളിൽ ലഭിക്കുന്നത്. വിചാരണ കോടതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് മഞ്ജു ഉന്നയിക്കുന്നത്. വിജയലഹരിയിൽ മതിമറന്നെത്തി LDF പ്രവർത്തകരുടെ വീടിന് നേരെ SDPI ആക്രമണം. വിജയലഹരിയിൽ മതിമറന്നെത്തിയ SDPI പ്രവർത്തകർ LDF പ്രവർത്തകരുടെ വീട് ആക്രമിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 2-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ഭീമ സനീഷിന്റെ മകൾ ആമിനയ്ക്കാണ് പരിക്കേറ്റത്. SDPI സ്ഥാനാർത്ഥിയായി വിജയിച്ച ഷമീർ ഉൾപ്പെടെ 30ഓളം പ്രവർത്തകർ വീട്ടിലേക്ക് പടക്കമെറിയുകയായിരുന്നുവെന്ന് ഭീമ പറയുന്നു. വീടിന് മുന്നിൽ നിന്ന മകൾ ആമിന, ഭർത്തൃപിതാവിന്റെ ഉമ്മ ഷെരീബ ബീബി എന്നിവർ ഭയന്ന് വീട്ടിനുള്ളിലേക്ക് കയറി. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ CPM വണ്ടാനം ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ സനീഷ് വിഷയം ചോദ്യം ചെയ്തതോടെ SDPIക്കാർ സനീഷിനെയും മകളെയും ആക്രമിക്കുകയും വീടിന് നേരെ കല്ലെറിയുകയുമായിരുന്നു.
തിരുവനന്തപുരത്ത് BJP പ്രവർത്തകരുടെ വിജയാഹ്ലാദം. സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖരുടെ നേതൃത്വത്തിലാണ് കോർപ്പറേഷനിലെ വിജയിച്ച സ്ഥാനാർത്ഥികളുമായി നഗരം ചുറ്റിയത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിൽ നിന്നും നഗരമേഖലകളിലേക്കാണ് റാലി നടത്തിയത്. മേയർ ആരാകുമെന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. മുൻ ജില്ലാ അധ്യക്ഷൻ VR രാജേഷിനാണ് മുൻഗണന. R ശ്രീലേഖയ്ക്കും സാധ്യതയുണ്ട്.